കോഴിക്കോട് യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതായി പരാതി. കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെയാണ് വൈകിട്ട് ആയുധങ്ങളുമായി കാറിൽ എത്തിയ സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. റോഷന്റെ സഹോദരൻ അജ്മലുമായി ദുബായിൽ വെച്ച് നടന്ന സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്ന് മാതാവ് പറഞ്ഞു. ആദ്യം പോലെ വന്ന് ബെല്ലടിച്ച് ഞാൻ അന്നപ്പോൾ പുറകിൽ പിന്നെ മുറ്റത്തള്ളി ഞാൻ ബെല്ലടിച്ചപ്പോൾ മുറ്റത്തൂടെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആദ്യം വന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ മുമ്പ് അവിടെ വന്നിരുന്നു. അന്നപ്പോൾ പിന്നെ അന്നപ്പോൾ റഷീദ് ആണുങ്ങൾ ഓല് വന്ന് ഞാൻ പിന്നെ വാതിൽ തുറന്ന് പിന്നെ അന്നപ്പോൾ അവിടെ നിന്ന് ഓലുമായിട്ട് വർത്താൻ പറഞ്ഞപ്പോൾ ഞാനും അവിടെ നിന്നപ്പോൾ പിന്നെ അങ്ങനെ എഗ്രിമെൻ്റ് എഴുതി തരുമോ പിന്നെ അല്ലെങ്കിൽ പൈസ എന്നാൽ തരികയെന്നുള്ളതെന്നൊക്കെ ചോദിച്ചു. എന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എങ്ങനെ എഴുതി തരുന്നത് വേണമെങ്കിൽ എഴുതി തരുന്നുണ്ട്, ഞങ്ങൾ സാവകാശമാണോ എന്ന് പറഞ്ഞു പൈസ കൊടുക്കാൻ. അന്നപ്പോൾ ഇപ്പോൾക്ക് റഷീദ് ഖാനെ പിടിച്ച് ഞാൻ കാറിൻ്റെ അടുത്തേക്ക് അതപ്പോൾ കാറിൻ്റെ അടുത്തേക്കായിട്ട് പോയപ്പോൾക്ക് വണ്ടിമേൽ ആദ്യം രണ്ടാൾ വന്നതാണ്. ഓലാണിത് ചെയ്ത് ഇന്നപ്പോൾ കാറ് വന്ന് ഞാൻ പിന്നെ റഷീദ് ഖാനെ പിടിച്ചായിട്ട് കൊണ്ടുപോയപ്പോൾക്ക് മോന് മോൾ ലൈനിൽ എന്നപ്പോൾ ഓനെ ആടെ വന്ന് ഞാൻ റഷീദ് ഖാനെ ഇങ്ങോട്ടും പിടിച്ചപ്പോൾ ഓനെ പിടിച്ച് ഞാൻ എങ്ങനെ പിടിച്ച വലയിൽ കയറ്റി കൊണ്ടുപോവുക ചെയ്താ. ഈ പൈസൻ്റെ കാര്യം അജ്മലാണോ? അജ്മൽ ഓലാടുന്ന് വിവരങ്ങളുമായി ഇപ്പോൾ രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എത്ര മണിയോടെയായിരുന്നു ഈ സംഭവം? പോലീസിന് പ്രതികളെ സംബന്ധിച്ച കൃത്യമായ സൂചനകൾ കിട്ടുന്നുണ്ടോ? എവിടെയൊക്കെയാണ് തെരച്ചിൽ നടക്കുന്നത്? പോലീസിന് ഇത് സംബന്ധിച്ച് ചില പ്രാഥമിക സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം CCTVയിൽ ഇവർ വന്ന കാറിന്റെ നമ്പർ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെ ആയിരുന്നു ഇത്തരത്തിൽ ഈ കാറിൽ രണ്ട് പേർ എത്തുന്നു. അതിനുശേഷം പിതാവ്, ഈ അനൂസിന്റെ പിതാവ് റഷീദിനെ വിളിക്കുന്നു. അനൂസും ഉമ്മയും ഒക്കെ വീട്ടിലുണ്ടായിരുന്ന സമയമാണ്. തുടർന്ന് സംസാരിക്കുന്നതിനിടയിൽ പിതാവ് റഷീദിനെ പിടിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട അനൂസ് ഓടി വരികയും ഈ സമയത്ത് അനൂസിനെ കാറിലേക്ക് പൊടുന്നനെ കയറ്റി കാർ ഓടിച്ചു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഇവർ പറഞ്ഞത് ഈ അനൂസിന്റെ ജ്യേഷ്ഠന്റെ അജ്മലിന്റെ വിദേശത്ത് ജോലി ചെയ്യുന്ന അജ്മലുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ആ പണം ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ എത്തിയത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഇവർ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. എന്നാൽ കുടുംബം പലതവണ സാവകാശം ചോദിക്കുകയും ഈ പണം പിന്നീട് തരാം എന്നൊക്കെ പറയുകയും ഇപ്പോൾ പണം തരാനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ എഗ്രിമെൻ്റ് ഉൾപ്പെടെ വേണമെന്ന് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് തയ്യാറായ ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിനിടയ്ക്കാണ് വളരെ പൊടുന്നനെ ഇപ്പോൾ ഈ അനുജനെ തട്ടിക്കൊണ്ടുവന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും സാമ്പത്തികമായ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ്. അത് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇവർ ഈ അനൂസിനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാമ്പത്തികമായ ഇവർ ഈ കൊണ്ടുപോയ ആളുകളുമായിട്ട് അല്ലെങ്കിൽ ആ സംഘവുമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണം കൊടുക്കാനുണ്ടായിരുന്നു എന്ന് അനൂസിന്റെ മാതാവ് തന്നെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പണം തന്നാൽ തങ്ങൾ ഒന്നും ചെയ്യില്ല എന്നുകൂടി അവർ ഈ അനൂസിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞതായാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സാമ്പത്തിക ഇതിനു പുറമെ മറ്റെന്തെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ അങ്ങനെയൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ഇത് സംബന്ധിച്ച് പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന ആണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അന്വേഷണം ഊർജിതമായി കഴിഞ്ഞു. എന്തായാലും പട്ടാപ്പകലാണ് ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ കാറിലെത്തിയ ഈ 2 പേർ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഈ ഘട്ടത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി.